അങ്ങനെ കേറ്ററ്റ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ വട്ടം നിങ്ങൾ ഏത് ID കാർഡാണോ കൊണ്ടു ചെല്ലേണ്ടത്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഏത് ID കാർഡാണോ ഏത് ID കാർഡിൻ്റെ നമ്പറാണോ കൊടുത്തത് അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുണ്ട്. അതായത് ആധാർ കൊടുത്തവർക്ക് ആധാറിൻ്റെ നമ്പറുണ്ട്, പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പറുണ്ട്. അങ്ങനെ ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത, അതായത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള ID കാർഡ് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് എത്തിക്കണം. മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ അവർ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എക്സാമിന് നേരത്തെ വരണം. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, മൊബൈൽ ഫോണുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പെൻസിൽ, ഇറേസർ ഒന്നും പരീക്ഷയ്ക്ക് അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങളെ സൈൻ ഹാൾ ടിക്കറ്റ് വേണം. അതുപോലെ തന്നെ ക്ലാസ്സിൽ നിൽക്കുന്ന സാറിൻ്റെയും ഒപ്പ് നിങ്ങൾ മേടിച്ചിരിക്കണം. അത് നിങ്ങളുടെ കേറ്ററ്റ് വേരിഫിക്കേഷന്, നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ വേരിഫിക്കേഷന് അത്യാവശ്യമായിട്ടും വേണ്ട കാര്യം തന്നെയാണ്. പിന്നീട് നിങ്ങൾ ഏത് വിഷയത്തിനാണോ ഏത് കാറ്റഗറി ആണോ എക്സാം എഴുതുന്നത് ആ കാറ്റഗറി തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത എക്സാമിന് തന്നെ എക്സാം എഴുതണം. മറിച്ച് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ പൂർണ്ണമായിട്ടും കേറ്ററ്റ് എക്സാം എഴുതാൻ യോഗ്യനാണ് എന്നല്ല. ഈ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം പാലിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കേറ്ററ്റ് എക്സാം എഴുതാനും നിങ്ങളുടെ റിസൾട്ട് വരാനും സാധിക്കുകയുള്ളൂ.